എടാ, വിഷു കഴിഞ്ഞിട്ട് 2 ആഴ്ചയല്ലേ ആയുള്ളൂ. മക്കൾക്ക് ഒരുവിധം നല്ല വിഷു കൈനീട്ടമൊക്കെ കിട്ടി. പക്ഷെ എന്താ, ഇന്നലെയും കൊണ്ട് എല്ലാം തീർന്നു. ശരിക്കും നമ്മുടെ സ്കൂളിലൊക്കെ ഇല്ലേ, നമ്മൾ മാത്ത് പഠിപ്പിക്കുന്നു, സോഷ്യൽ പഠിപ്പിക്കുന്നു, സയൻസ് പഠിപ്പിക്കുന്നു, കുറെ ലാംഗ്വേജസ് പഠിപ്പിക്കുന്നു. ഇതിന്റെ കൂടെ എന്തുകൊണ്ട് മണി മാനേജ്മെന്റ് പഠിപ്പിക്കുന്നില്ല അല്ലെ? ഞാൻ പറയുന്ന ഒത്തിരി വലിയ ഇതിലൊന്നും അല്ല, എന്നാലും വളരെ ബേസിക് ആയിട്ട് എന്തുകൊണ്ട്? ബിക്കോസ് ലൈഫ് ലോങ് മാനേജ് ചെയ്യേണ്ട ഒരു സാധനമാണ് മണി, അല്ലെ? മാത്സ് പഠിച്ചാലും ചിലപ്പോൾ മാത്സ് ഫീൽഡിലോട്ട് പോകണമെന്നൊന്നും ഇല്ല, എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വരും. പക്ഷെ മണി എന്ന് പറഞ്ഞാൽ ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ എത്രത്തോളം കാലം ജീവനോടെ ഉണ്ടോ അത്രത്തോളം കാലം നമ്മൾ മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലേ? പക്ഷെ അതിനെ കൊണ്ട് അതാ അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക് ആയിട്ട് പോലും സ്കൂളിൽ ഒരു ലിറ്ററസി, ഒരു ടീച്ചിങ് ഒന്നും കൊടുക്കുന്നില്ല, അല്ലേ? ഉം. ഇതിന് ആക്ച്വലി ഒരു സിമ്പിൾ വേയിൽ നമ്മൾ പറയാന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് സേവിങ് വേഴ്സസ് സ്പെൻഡിങ് ഇത് മാത്രം കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയെന്ന് വെച്ചാൽ നല്ലതാ. പണ്ടുണ്ടല്ലോ രഞ്ജു, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കേരള സ്റ്റേറ്റ് ബോർഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സഞ്ജയ്ക എന്ന് പറഞ്ഞൊരു ചെറിയൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു മിനിമം എനിക്ക് തോന്നുന്ന ഒരു എമൗണ്ട് ഇടണം എല്ലാവരും. കൂടാതെ നിങ്ങളെ കയ്യിൽ എപ്പോൾ പൈസ കിട്ടിയാലോ കുട്ടികൾക്ക് അവിടെ പോയിട്ട് അതൊരു ചെറിയ പാസ്ബുക്ക് പോലെ നമുക്ക് ബുക്ക് ഉണ്ട്. അത് സ്കൂളിൽ ഓഫീസിലൊരു സ്റ്റാഫ് ഇരിക്കുന്നുണ്ടാവും. അവരുടെ അടുത്ത് നമ്മൾ ആ പൈസ കൊണ്ടു കൊടുക്കുക. അവർ നമ്മുടെ ആ ബുക്കിൽ അത് എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്തിട്ട് വെക്കും. നമ്മൾ ആ സ്കൂളിൽ വിടുമ്പോൾ നമ്മളുടെ ഫുൾ പൈസ നമ്മൾ സേവ് ചെയ്ത എമൗണ്ട് നമുക്ക് ആ ബുക്കും ഇതും കിട്ടും. അത് കുട്ടികൾക്ക് ആക്ച്വലി രസമുള്ളൊരു ഒരു സേവിങ് മെത്തേഡാണ്. ഇപ്പം നീ പറഞ്ഞ പോലെ ഒരു വിഷു കൈനീട്ടം. വിചാരിക്കൂ പണ്ടത്തെ കാലത്ത് ഇപ്പോൾ ഒരു 100 റുപ്പീസാ കിട്ടിയേച്ചോ എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക്. കുറേ കുട്ടികൾ എന്താ ചെയ്യുക, ആ 100 റുപ്പീസിൽ എന്തെങ്കിലും കുറച്ച് കഴിക്കാനോ എന്തെങ്കിലും സാധനം പടകമോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ആ 100 റുപ്പീസ് മുഴുവനും തീർക്കും. അവർക്ക് സ്കൂളിൽ പഠിപ്പിച്ചു കൊടുത്ത മാത്സ് വെച്ച് നോക്കുകയെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് എത്ര ആവും, മൈനസ് ചെയ്ത് കഴിയുമ്പോൾ സീറോ വരണം, അത്രേ അറിവുള്ളൂ. വേറാസ് ആ സമയത്ത് 50 റുപ്പീസ് ഞാൻ കൊണ്ടുപോയി സഞ്ജയികയിൽ ഇട്ട് വെച്ച് ബാക്കി 50 റുപ്പീസിന് എനിക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് വാങ്ങാന്ന് ഉള്ള ഒരു തോട്ട് അവരെ മനസ്സിൽ ഇട്ട് കൊടുത്താൽ എന്ത് പറ്റും, ഒരു കൺട്രോൾ ബ്രെയിനിന്, അതായത് ഈ ലക്ഷൂറിയസ് തിങ്സ് ഓവർ സ്പെൻഡിങ്ങിൽ ഒരു ചെറിയ കൺട്രോൾ ആ ഏജിൽ അവർക്ക് കിട്ടും. ഓ, ഇങ്ങനത്തെ സംഭവമൊന്നും എന്റെ സ്കൂളിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കേട്ട ഓർമ്മ പോലും ഇല്ല. പക്ഷെ ആക്ച്വലി അത് വളരെ നല്ലതാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പം വിഷു കൈനീട്ടം പറയുകയാണെങ്കിൽ, ഞാൻ ചെറുപ്പത്തില് ഉം, എനിക്ക് 10 രൂപ, 5 രൂപ, 2 രൂപ ഇതൊക്കെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഉം, അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഐസ്ക്രീം വെണ്ടർ ഉണ്ടാവും. അയാൾക്ക് അറിയാം പിള്ളേരുടെ കയ്യില് വിഷു കൈനീട്ടം ഉണ്ടാവുമെന്ന്. അത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് തന്നെ ഇയാൾ ഇങ്ങനെ മണി അടിച്ചുകൊണ്ടുണ്ടാവും. എനിക്ക് ഡാഡിയുടെ കുട്ടനാട് ആ സ്ഥലത്താണ് ഞാൻ പറയുന്നത്. അപ്പൊ അയാൾ ഈ മണി അടിച്ചോണ്ട് നടക്കും. ഞങ്ങൾ ഈ പൈസ എല്ലാം കൊണ്ടുപോയി അപ്പം കൂടെ എത്ര പേരുണ്ടോ അവർക്കൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും കേട്ടോ. അല്ലാതെ നമ്മൾ സെൽഫിഷ് ഒന്നും അല്ല. അപ്പൊ ഐസ്ക്രീം വാങ്ങുക, പിന്നെ അവിടെ കുറച്ച് 2, 3 കടകളും ഉണ്ടാവും അമ്പലത്തിന്റെ അടുത്ത്. അപ്പൊ അവിടെ പോയി പൊട്ട് വാങ്ങുക, എന്തെങ്കിലും കണ്ണിൽ കണ്ട സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ വാങ്ങുക, തീർന്നു. പൈസ അന്നത്തെ ദിവസം വൈകുന്നേരം ആവുമ്പം ശരിക്കും പൈസ ഇല്ല. ആ ഒരു അവസ്ഥയാ. അപ്പൊ ഇത് ആലോചിക്കുമ്പം ഈ കുട്ടികൾക്ക് ആക്ച്വലി ഒരു ബഡ്ജറ്റിംഗ്, അല്ലേ? എങ്ങനെ നമുക്ക് മണിയുടെ മുകളിൽ, നമ്മുടെ മണിയുടെ മുകളിൽ ഒരു കൺട്രോളും, ആ കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ക്ലാരിറ്റി ഉണ്ട്. ഇപ്പൊ ആക്ച്വലി നമ്മളുടെ ഏജ് മേ ബി ഒരു 30s ഉള്ളവരാണെങ്കിൽ കൂടി ഉം. കുറച്ച് എമൗണ്ട് ഉണ്ടാവും. അതുകൊണ്ട് വെളിയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി. പക്ഷെ തിരിച്ചു വന്ന് ഒരു 2, 3 ദിവസം കഴിയുമ്പോഴായിരിക്കും, അയ്യോ, എന്റെ കയ്യിലെ പൈസയൊക്കെ എവിടെ പോയി? ഞാൻ എന്ത് ചെയ്തിട്ട് എവിടെ ഇതൊക്കെ നമ്മള് സ്പെൻഡ് ചെയ്തു എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. ഇതുപോലെ തന്നെ പിള്ളേർക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ ബഡ്ജറ്റിംഗ്, അവരുടെ ഇൻകം അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ പോക്കറ്റ് ഉം, മണി ഉം, എത്രയുണ്ട്? അതിന്ന് എത്ര നമ്മൾ സേവ് ചെയ്യണം, ഉം, ചെയ്യാൻ മാറ്റി വെക്കണം, ഉം, അല്ലെങ്കിൽ എന്ത് രീതിയിൽ നമുക്ക് സേവ് ചെയ്യാം, ഉം, എത്ര നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട്. ഉം, അതില് അപ്പൊ എന്താന്ന് പറഞ്ഞാൽ എമൗണ്ട് കുറയുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ അതിൽ നിന്ന് സ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പം ഇങ്ങനത്തെയൊക്കെ ഒരു ബേസിക് നോളജ് സ്കൂൾ ഒരു ടൈമിൽ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഫസ്റ്റ് സാലറി ഒക്കെ കിട്ടുമ്പോൾ തന്നെ അവർക്ക് അതും കൊണ്ട് എന്ത് ചെയ്യണം. അല്ലാതെ സാലറി പോട്ടെ, കോളേജിൽ പോകുമ്പോഴോ അവർ ചിലപ്പോൾ ഹോസ്റ്റലിലായിരിക്കും നിൽക്കുന്നത്. അപ്പം അക്കൗണ്ടിലേക്ക് കുറച്ച് എമൗണ്ട് ഇടും. അതും ഇതുപോലെ തന്നെ സ്പെൻഡ് ചെയ്ത് പോവില്ലേ ഉള്ളൂ. അപ്പൊ അത്യാവശ്യത്തിന് എന്തൊക്കെ സ്പെൻഡ് ചെയ്യണം, എത്ര ഞാനൊരു എന്താ പറയാ, കുറച്ച് എമൗണ്ട് ഇങ്ങനെ വെക്കണം. എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ, എനിക്ക് എന്തെങ്കിലും വാങ്ങേണ്ടി വന്നാൽ എത്ര എമൗണ്ട് ഞാൻ അതിൽ വെക്കണം എന്നൊക്കെയുള്ളൊരു ചിന്ത വരില്ലേ, അല്ലേ? ഉം. ഈ
എന്ത് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് വളരെ ടെൻഡർ ഏജിൽ പഠിപ്പിച്ചു കൊടുത്താൽ നന്നാവും എന്നാണ്. നമ്മുടെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഓരോ ഏജിൽ കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? ആ കൂട്ടത്തിൽ ആക്ച്വലി ഇതും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഈ ചെറിയ ഏജിൽ ഇപ്പം നമുക്ക് മാത്രമല്ല, ഇപ്പം വിഷുവിന് ഇത് കിട്ടുന്ന പോലെ ഈദ് സമയത്ത് മുസ്ലിംസിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഈദ് കിട്ടും. ആ, അല്ലേ? അപ്പോൾ എങ്ങനെയാലും നമ്മൾ പിന്നെ ചില ഗ്രാൻഡ് പാരൻസ് വന്നു പോകുമ്പം അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സ് വന്നു പോകുമ്പോഴും അപ്പോഴൊക്കെ കുട്ടികൾക്കൊരു അനുഗ്രഹം പോലെ ചെറിയൊരു ടോക്കൺ പൈസ ഇട്ട് കൊടുക്കുന്ന ഹാബിറ്റ് നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ അന്നേ എനിക്ക് തോന്നുന്നു അവർ നമ്മളെ പഠിപ്പിച്ചു തരാൻ നോക്കിയത് പൈസ സൂക്ഷിക്കണം എന്നും പൈസയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് കുട്ടികൾ എത്രത്തോളം എത്തിയെന്ന് നമുക്ക് അറിയില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഇൻഫ്ലേഷൻ ഇപ്പം നമ്മളെ ഗ്രാൻഡ് മദറൊക്കെ പറയുമ്പോൾ അന്ന് ആ സമയത്ത് 1 രൂപയ്ക്ക് എനിക്ക് എന്തൊക്കെയോ അവർ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് 1 റുപ്പിക്ക് ഈവൻ ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് പോലും വാങ്ങാൻ തികയില്ല. അപ്പൊ അതാണ് ഇൻഫ്ലേഷൻ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ സഞ്ജയ് ആയാലും FD ആയാലും പോസ്റ്റ് ഓഫീസ് ഇങ്ങനെയൊക്കെയാ പണ്ട് പൈസ ആൾക്കാർ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനത്തെ സ്ഥലത്ത് ഇപ്പൊ കുട്ടി പൈസ ഇട്ടാലും എന്താന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിയുമ്പം കുട്ടിക്ക് ആ വിചാരിച്ച സാധനം ആ പൈസക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പൊ ആ കുട്ടിക്ക് എന്തറിയണം? എങ്ങനെ പൈസ ഗ്രോ ചെയ്യണം. എടുത്തു വെച്ചാൽ മാത്രം പോരാ, അതെവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ആ പൈസ എങ്ങനെ വളർത്തണം. അതിനും നമ്മൾക്ക് സ്കൂളിൽ ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ ഒരു ചെടീന്റെ ഇല നമുക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. ആ ഇല പൊട്ടിച്ചിട്ട് നമ്മൾ മാറ്റി കുഴിച്ചിടുക. ആ ഇലയിന്ന് വേറൊരു ചെടി ഫുൾ ചെടി വളരും. ക്രയോഫിലിമോ അങ്ങനെ കണ്ട അതെ. അതിന്റെ പേര്? അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാ കുട്ടികൾക്കും ഇഷ്ടം. കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ചെയ്യും. ഇതേപോലെ നമ്മൾ ആ കൊടുക്കുന്ന പൈസ ആദ്യം കൊടുത്ത 10 റുപ്പി 20 ആക്കി 20 30 ആക്കി അങ്ങനെ ഒരു 100 ആവുമ്പോൾ മോനെ ഒരു 25 റുപ്പീസ് ഈ സ്ഥലത്ത് സേവ് ചെയ്യൂ, പിന്നെ 25 ഇവിടെ വെക്കൂ, 25 എമർജൻസിക്ക് വെക്കൂ. അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുത്താൽ ആക്ച്വലി അവരുടെ മനസ്സിൽ കയറും. അങ്ങനെ അത് കേട്ട് വളരുന്ന കുട്ടികൾ വലുതാവുമ്പം കറക്റ്റ്ലി എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ പൈസ കോമ്പൗണ്ട് ചെയ്യണം, അങ്ങനെയും അവരുടെ മനസ്സിൽ ആ സീഡ് നമ്മൾ വളരെ ചെറുപ്പത്തിൽ ഇട്ട് കൊടുത്താൽ അതിൽ വളരെ ഡിഫറൻസ് വരും കുട്ടികളുടെ തോട്ട് പ്രോസസ്സിൽ. ശരിക്കും കേട്ടോ. ഇപ്പൊ നീ പറയുമ്പോ ഞാനിങ്ങനെ ചിന്തിക്കുക, എന്തോരം അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഈ സാലറി കിട്ടുമ്പോ ഇപ്പൊ നമ്മൾക്കൊക്കെ ജോലി ഉണ്ടായിരുന്നില്ലേ, സാലറി കിട്ടിയില്ലേ, എത്ര സേവ് ചെയ്തു. അതാണ്. അപ്പം ആ ഒരു ടൈമിൽ നമുക്കും ഈ തോട്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളും ചിലപ്പം ഇതുപോലെ സേവ് ചെയ്ത് അന്നത്തെ തൊട്ടേ സേവ് ചെയ്യുമ്പം ഈ കോമ്പൗണ്ടിങ്ങും ഒക്കെ കൂടെ വരുമ്പം അത് ശരിക്കും ഒരു നല്ലൊരു എമൗണ്ട് ആവും. പക്ഷെ ഇതുപോലെ തന്നെ ഒരു ഡേഞ്ചർ ആയിട്ടൊരു സാധനമാണ് ഡെറ്റ്. അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല. കുട്ടികളാണെങ്കിലും ഇപ്പം UPI പേയ്മെന്റും അതും ഇതും ഒക്കെ വന്നപ്പം എന്ത് കാണുന്നോ അത് ഇമ്പൾസീവായിട്ട് മേടിക്കാനുള്ളൊരു ടെൻഡൻസിയാണ് ഇപ്പം കാണുന്നത്. ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മളിപ്പോ കുട്ടികളുടെ അവര് എവിടെയെങ്കിലും മോളിൽ പോവാണ്. അപ്പം നമ്മൾ ഇനി എത്ര എമൗണ്ട് എന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ നമ്മൾ കൊടുക്കും. ഇത് പോയി എന്തെങ്കിലും ചിലപ്പം ഒരു സാധനം കാണുമ്പം അത് ഭംഗിയായിരിക്കും. അത് അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷെ എസ്തെറ്റിക്കലി ഭയങ്കര രസമുണ്ട്. പോയി ഇമ്പൾസീവായിട്ട് മേടിക്കും. അപ്പൊ അവരെത്ര അതിന് സ്പെൻഡ് ചെയ്യുന്നതെന്നൊന്നും ഒരു ചിന്തയില്ല. സ്വൈപ്പ് ചെയ്യുക, സ്വൈപ്പ് ചെയ്യുക, സ്വൈപ്പ് ചെയ്യുക. പക്ഷേ ഇത് നമ്മൾ തിരിച്ചടയ്ക്കുമ്പം ഇതിന്റെ മേളിൽ വരുന്നൊരു ഇൻട്രസ്റ്റ്. ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ കേൾക്കുന്നില്ലേ, ലോൺ ആപ്പും അതുവഴി പേഴ്സണൽ ലോണൊക്കെ എടുത്ത് എത്ര കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നു, എത്ര ഫാമിലീസ് സൂയിസൈഡ് ചെയ്യുന്നു. നമ്മളിത് എന്തോരം വായിക്കുന്നു അല്ലേ? അപ്പൊ ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അവര് 13% അല്ലെങ്കിൽ 20% 30% ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പം ഈ നമ്പേഴ്സ് ഭയങ്കര കുഞ്ഞതായിട്ടാ തോന്നുന്നത്. പക്ഷെ നമ്മളുടെ ആ എമൗണ്ടിന്റെ മേളിൽ ഇൻട്രസ്റ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് വരുമ്പം ഇതൊരു ഹ്യൂജ് എമൗണ്ട് ആവും. നമ്മൾ എങ്ങനെ റീപേ ചെയ്യും എന്നുള്ളൊരു ചിന്തയും കൂടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു കാര്യത്തിന് സ്പെൻഡ് ചെയ്യുമ്പം അത് അത്യാവശ്യമാണോ? പ്രത്യേകിച്ച് ഈ ഒരു ടീനേജ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾ ഫോൺ, ഐഫോൺ വേണം. പക്ഷെ ഐഫോണിന് എന്താ ഇത്രയും എമൗണ്ട് വേണം? എന്താ, ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി, പേഴ്സണൽ ലോൺ ഇപ്പൊ കിട്ടും. പക്ഷെ ഇതെങ്ങനെ തിരിച്ചടയ്ക്കും? ഈ ഫോൺ വിറ്റാ പോലും അവർക്കത് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. പിന്നെ അതിന് ഭയങ്കര 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 പ്രോബ്ലംസിലോട്ട് ആവും. ഇൻട്രസ്റ്റ് കൂടി കൂടി ആവുമ്പോഴായിരിക്കും ഫാമിലി അറിയുന്നത്. ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അവസാനം ഈ ഫാമിലി മുഴുവനും കൂടെ എന്തെങ്കിലും കടുങ്കായി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരെ, വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ആയതുകൊണ്ട് പറയാ, ഇങ്ങനെ വരും. അപ്പൊ കുട്ടികളെ പണ്ട് തൊട്ടേ ഇങ്ങനെ ഡെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഇത് നമ്മൾ സൂക്ഷിച്ച്
കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൾട്ട് ഓൺ അസ് എന്ന് ഒരു എഡ്യൂക്കേഷനും കൂടെ ഈ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കൂടെ തന്നെ നീ പറയുന്ന പോലെ സേവിങ്സും എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ പഠിപ്പിച്ച് കൊടുത്താൽ കുട്ടികൾക്ക് ദേ ആർ അവെയർ ഓഫ് സച്ച് തിങ്സ്. അപ്പോൾ ഓടിപ്പോയി സ്വൈപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഇത് ശരിക്കും എനിക്ക് വേണോ എന്നുള്ളൊരു ചിന്തയും കൂടെ അവരുടെ ഉള്ളിൽ വരും. അതെ, മണി മാനേജ്മെന്റ് പറഞ്ഞ ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. അതിനൊരു പ്രായം നോക്കുക വേണ്ട. നമ്മൾ വിചാരിക്കും കുട്ടികൾ വളരെ ചെറുതല്ല, സ്കൂളിൽ നിന്ന് കിട്ടുമോ പുറത്തുനിന്ന് കിട്ടുമോ എന്ന് നോക്കണ്ട. നമ്മൾ ആസ് പാരൻസ് എത്രത്തോളം യങ് ഏജിൽ ഇങ്ങനത്തെ ടോപ്പിക്സ് വീട്ടിലിരുന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ. ഞങ്ങൾ മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, പ്ലാനിങ് ചെയ്യുമ്പോൾ, വെക്കേഷന് പോകുമ്പോൾ ഒക്കെ കുട്ടികളെയും കൂടി ഇൻക്ലൂസീവ് ആയിട്ട് ഓരോ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെ, സേവ് ചെയ്യുന്നത് എങ്ങനെ, പ്ലസ് എൻജോയ് ചെയ്യുന്നത്. മണി ഈസ് നോട്ട് ഓൺലി ഫോർ സേവിങ് അല്ലേ, ഏൺ ചെയ്യണം, എങ്ങനെ നല്ല രീതിയിൽ ഏൺ ചെയ്യാം, അതെങ്ങനെ സേവ് ചെയ്യാം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ ഗ്രോ ചെയ്യാം, എങ്ങനെ മണി നമുക്ക് എൻജോയ് ചെയ്യാമെന്ന് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം രഞ്ജു പറഞ്ഞതാണ്, എങ്ങനെ ബാഡ് ഡെറ്റിൽ എവിടെയും പോയി പെടാണ്ടിരിക്കാനും മാക്സിമം ഇൻകമത്തിൻ്റെ ഉള്ളിൽ തന്നെ അവർ എക്സ്പെൻഡിച്ചർ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കൺട്രോളും കുട്ടികൾക്ക് നമ്മൾ ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ബ്ലെസ്സിങ്സിൽ പെട്ടാണ് ഓൾ ദിസ്, നമ്മുടെ ദ വേ ടു ഏൺ, സേവ് ഒക്കെ അല്ലേ. അപ്പം ആ കൂട്ടത്തിൽ നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ റിസോഴ്സസും എല്ലാം നമ്മൾ ബ്ലെസ്സിങ് ആയി കൗണ്ട് ചെയ്തിട്ട് സുഖമായിട്ട് ജീവിക്കുക. കാരണം സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അതാണ് ടെൻഷൻ ഇല്ലാണ്ട്. ടെൻഷൻ ഇല്ലാതെ ജീവിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് എ കോഴ്സ് ഓഫ് വിത്ത് ധൻ ആൻഡ് ഗോ.